പെസഹ കാലം രണ്ടാം ഞായറിലേക്ക് വചനയാത്രക്കാർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ ചിന്തകളെ 3 പോയിന്റുകളായി ക്രമീകരിക്കുന്നു. 1. അപ്പസ്തോലനായ തോമസിനുണ്ടായ സംശയം. സംശയം അറിവിൻ്റെ ആരംഭമാണ്. സംശയവും വിശ്വാസവും ഒരുമിച്ച് പോകില്ല. വിശ്വസിച്ചാൽ സംശയിക്കരുത്, സംശയിച്ചാൽ വിശ്വസിക്കരുത്. അവിശ്വസിക്കുക, സംശയിക്കുക ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരുടെ രീതിയായിരുന്നു. അവർ യേശുവിൻ്റെ പിന്നാലെ പോയത് സ്ഥാനമാനങ്ങൾക്കും സുഖസൗകര്യത്തിനും വേണ്ടിയായിരുന്നു. മർക്കോസ് 10:40-45 വരെ. യേശുവിൻ്റെ മരണം അവർക്ക് ഏറെ അസഹനീയമായി തോന്നി. കാരണം അവരുടെ സ്വപ്നങ്ങൾ കരിഞ്ഞു വീഴുന്നത്, ചിറകടിച്ച് താഴുന്നത് അവർക്ക് അറിയേണ്ടി വന്നു, അനുഭവിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ യേശു ഉയർത്തുവെന്ന് മറ്റപ്പസ്തോലന്മാർ പറഞ്ഞുവെങ്കിലും ഉൾക്കൊള്ളാൻ തോമസ് അപ്പസ്തോലന് കഴിയുന്നില്ല. മർക്കോസ് 16:14-15 വരെ, മത്തായി 28:16, ലൂക്ക 24:1, മർക്കോസ് 10:40-45 വരെ. തോമ തുറവിയുള്ളവനാണ്, ഉള്ളതുപോലെ പറയുന്നവൻ. ഒരുപക്ഷെ യേശുവിനെ കാണാനുള്ള ശാഠ്യം പിടിക്കുന്നവൻ, സംശയമില്ലാത്ത വിശ്വാസിയാകാൻ ആഗ്രഹിക്കുന്നവൻ. അതിനുള്ള കൃപ യേശു അപ്പസ്തോലനായ തോമയ്ക്ക് നൽകി. യേശു അപ്പസ്തോലനായ തോമയെ യഥാർത്ഥ വിശ്വാസിയാക്കി മാറ്റി. അടയാളങ്ങളിൽ നിന്നും പ്രതീകങ്ങളിൽ നിന്നും തോമ വിശ്വാസത്തിൻ്റെ ആൾരൂപമായി മാറി. 2. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ പേരുകൾ യാഹ്വേ, അതായത് കർത്താവ്, ദൈവം, അതായത് എലോഹീം എന്നാണ്. അപ്പസ്തോലനായ തോമ യേശുവിൽ ദർശിക്കുന്നത് ദൈവം യേശുവിൽ പൂർണ്ണമായി വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. പിതാവായ ദൈവത്തിൻ്റെ തിരുമുഖം യേശുവിൽ അപ്പസ്തോലനായ തോമസ് കാണുന്നു, മനസ്സിലാക്കുന്നു, ഉൾക്കൊള്ളുന്നു. വിശുദ്ധ തോമ ദൈവമായ യേശുവിനെ തൻ്റെ ജീവിതത്തിൽ നാഥനായി പ്രഖ്യാപിക്കുന്നു. ദൈവത്തെ കണ്ട ഏശയ്യായും ഒരു വള്ളം കൊടുത്തപ്പോൾ 2 വള്ളം നിറയെ മീന് കിട്ടിയ പത്രോസും കൊടുങ്കാറ്റ് ശമിച്ചപ്പോൾ ആരാധിക്കുന്ന ശിഷ്യരെയും പോലെ തോമസ് യേശുവിനെ കണ്ടപ്പോൾ എല്ലാം മറന്ന് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ആരാധിച്ചു. ഹൃദ്യമായ, സ്നേഹോഷ്മളമായ അറിവും ബന്ധവും സൗഹൃദവും അതാണ് അപ്പസ്തോലനായ തോമസിൽ നിറഞ്ഞു നിൽക്കുന്നത്. യേശുവിനെ കണ്ട നിർവൃതി, ജീവിതം ധന്യമായ നിർവൃതി, ജീവിതത്തിൽ അർത്ഥമുണ്ടെന്നും ആ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഇനിയുള്ള ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള ഒരു തീരുമാനം കൂടെയാണ് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന അപ്പസ്തോലൻ്റെ വിശ്വാസ പ്രഖ്യാപനം. യെശയ്യാ 6:1-5 വരെയും, ലൂക്ക 5:4-6 വരെയും, 8:25, യോഹന്നാൻ 20:28 വചനങ്ങൾ. യേശുവിൻ്റെ മുറിവ് ദൈവരാജ്യത്തിൻ്റെ അനിവാര്യതയാണ്. യേശുവിനെ സംബന്ധിച്ച് മുറിവുകൾ ആധാർ കാർഡാണ്. യോഹന്നാൻ 15:13 യേശു പറയുന്നത് സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുക എന്നതാണ്. മുറിവേൽക്കുക, അത് മറ്റുള്ളവർക്ക് വേണ്ടി മുറിവേൽക്കുന്നതും അറിഞ്ഞുകൊണ്ട് തന്നെ ആ മുറിവുകളൊക്കെ സ്വമനസ്സ ഏറ്റുവാങ്ങുന്നതുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്നേഹം ഉരച്ചു നോക്കുന്നത് സഹനത്തിലാണ്. സ്നേഹത്തിലേക്കുള്ള വിളി മുറിവുകളിലേക്കുള്ള വിളിയാണ്. സ്നേഹമെന്ന 3 അക്ഷരം സ്ഥാനം മാറ്റി വായിച്ചാൽ കിട്ടുന്നതാണ് സഹനം. സഹനം കൂടാതെ ആർക്കും ആരെയും സ്നേഹിക്കാൻ പറ്റില്ല. സഹനം ദൈവസ്നേഹത്തിൻ്റെ ഉത്തരീയമാണ്. സ്നേഹിച്ചുകൊണ്ട് സഹിക്കലും
സഹിച്ചുകൊണ്ട് സ്നേഹിക്കലുമാണ് ക്രിസ്തു ശിഷ്യത്വമെന്ന് യേശു നമ്മെയും അപ്പസ്തോലനായ തോമയെയും മറ്റ് അപ്പസ്തോലന്മാരെയും പഠിപ്പിക്കുന്നു. ദൈവരാജ്യത്തിനു വേണ്ടി ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ട് മുന്നേറുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ് ടി.